ഹായ് ഓൾ, എല്ലാവർക്കും ക്വിസ് പി എസ് സി ഹസൽ പി വൈ ക്യൂയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ലാബ് അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാമിൻ്റെയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 68/2025. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഫ്രാൻസ് ആണ്. ഫ്രാൻസ് ഭരിച്ചിരുന്ന ലൂയി രാജാക്കന്മാരുടെ വംശമാണ് ബൂർബൺ രാജവംശം എന്ന് പറയുന്നത്. രാജാവിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും ഉപരിവർഗത്തിൻ്റെ ജന്മിത്വത്തിനെതിരെയും സാമ്പത്തിക സാമൂഹിക അസമത്വത്തിനെതിരെയും 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹിക കലാപമാണ് ഫ്രഞ്ച് വിപ്ലവം. 1789 ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത്. ഓക്കെ, ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റിൽ വന്നിരുന്നത് പുരോഹിതന്മാരും, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരും, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കോമൺസുമാണ് വന്നിരുന്നത്. ഓക്കെ, ഇനി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത്? 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് ഓത്ത് നടന്നത്. ബാസ്റ്റൽ ജയിലിൻ്റെ ആക്രമണം എന്നായിരുന്നു? 1789 ജൂലൈ 14 ബാസ്റ്റൽ ജയിൽ തകർത്തത്. ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നതും ജൂലൈ 14. ഓക്കെ, ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നാണ്? 1789 ഓഗസ്റ്റ് 12 ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം എന്നാണ്? 1792 സെപ്റ്റംബറിലാണ് ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചത്. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, 1789 ജൂലൈ 14 ബാസ്റ്റൽ ജയിലിൻ്റെ തകർച്ച, 1789 ഓഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപനം, 1792 ഫ്രാൻസിനെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. തീവ്രദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പ്ലാൻസ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നൽകിയ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. USSR ആണ് പ്ലാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഉത്തരം ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഡിലീറ്റഡ് ആയത്. ജർമ്മൻ നേതൃത്വം കൊടുത്തത് പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിനും, ഫ്രാൻസ് നേതൃത്വം കൊടുത്തിരുന്നത് പ്രതികാര പ്രസ്ഥാനത്തിനുമായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. VK ഗുരുക്കൾ എന്നറിയപ്പെടുന്ന വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കളാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് എന്ന സ്ഥലത്ത് വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംസ്കൃത വിദ്യാലയത്തിൻ്റെ പേരെന്താണ്? തത്വപ്രകാശിക എന്നാണ്. 1906 തത്വപ്രകാശിക എന്ന സംസ്കൃത വിദ്യാലയം വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചത്. ശിവയോഗ വിലാസം വാരിക കോഴിക്കോട് നിന്ന് ആരംഭിച്ച വർഷം 1914. വാഗ്ഭടാനന്ദൻ തൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് മാതൃകയായിട്ട് തിരഞ്ഞെടുത്തിരുന്ന വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. വാഗ്ഭടാനന്ദൻ കോഴിക്കോട് വെച്ച് പ്രീതി ഭോജനം സംഘടിപ്പിച്ചിരുന്നു. വർഷം ഏതാണ്? 1927 പ്രീതി ഭോജനം സംഘടിപ്പിച്ചത്. ജാതി പ്രമാണം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് വാദിച്ച സാമൂഹിക നവോത്ഥാന പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. എന്താണ്? ജാതി പ്രമാണം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വാദിച്ച സാമുദായിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം എന്നാണ് സ്ഥാപിച്ചത്? 1917 ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത്. ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. എന്താണ് സ്വതന്ത്ര ചിന്താമണി? ആത്മവിദ്യാസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകം ഏതാണ്? ആത്മവിദ്യയാണ്. ആത്മവിദ്യാസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകം. ഓക്കെ, ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? അഭിനവ കേരളം. അഭിനവ കേരളമാണ് ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം. 1921 കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വാരികയാണ് അഭിനവ കേരളം. അഭിനവ കേരളത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. എന്താണ്? ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. ഓക്കെ, അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുകയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി ആരാണ് നേതൃത്വം കൊടുത്തത്? റാഷ് ബിഹാരി ബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ. സ്വരാജ് പാർട്ടി CR ദാസ്. ഗദർ പാർട്ടി ലാലാ ഹർദയാൽ. ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ്, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ, സ്വരാജ് പാർട്ടി CR ദാസ്, ഗദർ പാർട്ടി ലാലാ ഹർദയാൽ. 2025 പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹമായ കുമുദിനി രജനീകാന്ത് ലാഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? ഓപ്ഷൻ ബി നൃത്തമാണ്. കുമുദിനി രജനീകാന്ത് ലാഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? ഓപ്ഷൻ ബി നൃത്തമാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ.
2026 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ, ഇങ്ങനെ 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പത്മവിഭൂഷൺ 5 എണ്ണത്തിൽ 3 എണ്ണവും മലയാളികൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. ആർക്കൊക്കെയാണ്? 1 VS അച്യുതാനന്ദനാണ്, 2 ശ്രീ KT തോമസിനാണ്. പബ്ലിക് അഫയേഴ്സുമായി ബന്ധപ്പെട്ടാണ് KT തോമസിനും പത്മവിഭൂഷൺ കിട്ടിയിരിക്കുന്നത്. KT തോമസ് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. 3ാമത്തെ മലയാളി എന്ന് പറയുന്നത് ശ്രീ P നാരായണനാണ്. സാഹിത്യം, വിദ്യാഭ്യാസം മുതലായ മേഖലയിലെ സംഭാവനയ്ക്കാണ് ശ്രീ P നാരായണന് കിട്ടിയിരിക്കുന്നത്. ബാക്കി 2 പേര്, ഒന്ന് ധർമ്മേന്ദ്ര സിംഗ് ഡിയോളും അടുത്തത് കുമാരി N രാജവുമാണ്. ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ ഹിന്ദി ആക്ടറാണ്. കുമാരി N രാജം വയലിനിസ്റ്റാണ്. അങ്ങനെ 5 പേർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയിരിക്കുന്നത്. 3 മലയാളികൾ, VS അച്യുതാനന്ദൻ, ശ്രീ KT തോമസും P നാരായണനും. ബാക്കി 2 പേര് ധർമ്മേന്ദ്ര സിംഗ് ഡിയോളും കുമാരി N രാജവുമാണ് പത്മവിഭൂഷൺ കിട്ടിയിരിക്കുന്നത്. ഇനി പത്മഭൂഷൺ കിട്ടിയതിൽ 2 മലയാളികളുണ്ട്. ആരൊക്കെയാണ്? മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനുമാണ് പത്മഭൂഷൺ കിട്ടിയതിലുള്ള 2 മലയാളികൾ. ഓക്കെ. പത്മശ്രീ 3 മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ട്. AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലയ്ക്കൽ ദേവകിയമ്മ. കൊല്ലയ്ക്കൽ ദേവകിയമ്മയ്ക്ക് സാമൂഹിക സേവനവുമായി ബന്ധപ്പെട്ടാണ് കിട്ടിയിരിക്കുന്നത്. കലാമണ്ഡലം വിമല മേനോന് മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ AE മുത്തുനായകത്തിന് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിലെ സംഭാവനയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ മൊത്തം 8 പേർക്കാണ് പത്മ അവാർഡുകൾ കിട്ടിയിരിക്കുന്നത് മലയാളികൾക്ക്. ഓക്കെ. 8 പേരാരൊക്കെയാണ്? VS അച്യുതാനന്ദൻ, KT തോമസ്, ശ്രീ P നാരായൺ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, AE മുത്തുനായകം, വിമല മേനോൻ, കൊല്ലയ്ക്കൽ ദേവകിയമ്മ. ഈ 8 പേർക്കാണ് മലയാളികൾ പത്മ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ ഹിന്ദി ആക്ടറാണ്. കുമാരി N രാജം വയലിനിസ്റ്റാണ്. ഓക്കെ. അത് പത്മവിഭൂഷൺ 5 പേരുടെ പേര് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പോകെ നമുക്ക് റിപ്പീറ്റ് അടിച്ച് വീണ്ടും പഠിക്കാം. ഓക്കെ. അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1ഉം 4ഉം മാത്രമാണ് ശരി. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. ഇത് രണ്ടുമാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇനി കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരം ഏതായിരുന്നു? ഖേദ സത്യാഗ്രഹമായിരുന്നു അല്ലേ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അതേപോലെ തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നപരിഹാരമായിട്ട് നടത്തിയിരുന്നത് അഹമ്മദാബാദ് തുണിമിൽ സമരമായിരുന്നു. ഓക്കെ. അടുത്ത ചോദ്യം പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി നീലഗിരി. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം ഏതാണ്? നീലഗിരി. അടുത്ത ചോദ്യം ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ രൂപം കൊള്ളാൻ ഇത് കാരണമാകുന്നു. ഏതാണ്? ഓപ്ഷൻ എ തുഷാരമാണ്. തുഷാരം കാരണം എന്തുണ്ടാകുന്നു? ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ രൂപം കൊള്ളുന്നു. ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ രൂപം കൊള്ളുന്നതിന് കാരണം എന്താണ്? തുഷാരമാണ്. തുഷാരം. അടുത്ത ചോദ്യം ദേശീയ ജലപാത 3 നാഷണൽ വാട്ടർവേ 3 ഏത് മുതൽ ഏതുവരെയാണ്? ഇവിടെ ഓപ്ഷൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ കൊടുത്തവയൊന്നുമല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. കോട്ടപ്പുറം കൊല്ലം വേണമെങ്കിൽ നമുക്ക് ഓപ്ഷനായിട്ട് കൊടുക്കാം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ എന്നോ അല്ലെങ്കിൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെ എന്നോ ഓപ്ഷൻ വന്നാൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇത് മുകളിൽ കൊടുത്തിരിക്കുന്നവയൊന്നും അല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. നാഷണൽ വാട്ടർവേ 1 ഏതാണ്? അലഹബാദ് മുതൽ ഹാൽദിയ വരെയുള്ളതാണ് അല്ലേ? അലഹബാദ് ഹാൽദിയാണ് നാഷണൽ വാട്ടർവേ 1. നാഷണൽ വാട്ടർവേ 2 ആണെങ്കിൽ സാദിയ ദുബ്രിയാണ്. സാദിയ ദുബ്രി. നാഷണൽ വാട്ടർവേ 3 കൊല്ലം കോട്ടപ്പുറമാണ്. കൊല്ലം കോട്ടപ്പുറം അല്ലെങ്കിൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ അവസാദശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം. ചുണ്ണാമ്പ് കല്ലും കൽക്കരിയുമാണ് അവസാദശിലകൾക്ക് ഉദാഹരണം. അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന ശിലയാണ് അവസാദശില അഥവാ സെഡിമെൻ്ററി ലോക്ക്. ഇത് ലെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ. ഗ്രാനൈറ്റ് എന്ത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ്, ഗാബ്രോ, ബസാൾട്ടൊക്കെ ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ്. മാർബിൾ ആണെങ്കിൽ മെറ്റാമോർഫിക് റോക്സിന് ഉദാഹരണമാണ്. കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് മാർബിൾ. ഓക്കെ. അടുത്ത ചോദ്യം ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? സ്ട്രാറ്റസ് ആണ്. സ്ട്രാറ്റസ് ആണ് ആകാശത്ത് പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം. സിറസ് എന്താണ്? സിറസ് തൂവൽ കെട്ടുകൾ പോലെ കാണുന്ന മേഘങ്ങളാണ് സിറസ്. ക്യുമുലസ് ആണെങ്കിലോ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നതാണ് ക്യുമുലസ് മേഘങ്ങൾ. നിംബസ് ആണെങ്കിൽ മഴമേഘങ്ങളാണ്. ഓക്കെ.
അടുത്ത ചോദ്യം, അനാസാഗർ തടാകം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ ബി രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് അനാസാഗർ തടാകം. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഓപ്ഷൻ സി വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ടിസ്കോ ആണ്, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഓക്കെ, ടിസ്കോ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല. എന്നാൽ പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്കുശാലയാണെങ്കിൽ ഇസ്കോ ആണ്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്കുശാല. ഓക്കെ, അടുത്ത ചോദ്യം, ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ്. രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും നിക്ഷേപവും സാങ്കേതിക വിദ്യയും നീങ്ങുന്നു. ലോകത്തിലെ മിക്ക പ്രദേശങ്ങളിലും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നു. അടുത്ത ചോദ്യം, വികേന്ദ്രീകൃത ആസൂത്രണം തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് വികേന്ദ്രീകൃത ആസൂത്രണം തുടക്കം കുറിച്ചത്. ഹരിത വിപ്ലവത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1ഉം 3ഉം ആണ് ശരി. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക. ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് തെറ്റിയത്? ഭക്ഷ്യധാന ഉൽപ്പാദനത്തിൽ വിദേശ ആശ്രയത്വം നേടിയെടുക്കുകയല്ല കുറയ്ക്കുകയായിരുന്നു ഹരിത വിപ്ലവത്തിൻ്റെ ലക്ഷ്യം. ഓക്കെ, 1960 പകുതി മുതൽ 1970 പകുതി വരെ ഹരിത വിപ്ലവത്തിൻ്റെ 1ാം ഘട്ടവും 70 പകുതി മുതൽ 80 പകുതി വരെ 2ാം ഘട്ടവും നടന്നിരുന്നത്. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവം നടന്നിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് എന്താണ്? പണം അച്ചടിച്ചിറക്കുന്നു. ഓപ്ഷൻ ബി ആണ് ഉൾപ്പെടാത്തത്. പണം അച്ചടിച്ചിറക്കുന്നത് ആരുടെ ജോലിയാണ്? RBIയുടെ ധർമ്മമാണ് പണം അച്ചടിച്ചിറക്കൽ എന്ന് പറയുന്നത്. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, വായ്പകൾ നൽകുന്നു, ലോക്കർ സംവിധാനം നൽകുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ ബി എ ജയതിലകാണ്. 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലക. ചോദ്യം 19, പഹൽഗാമിലെ ഭീകരാക്രമണത്തിൻ്റെ തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ ആണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടി. എന്നായിരുന്നു? 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? 1ഉം 2ഉം മാത്രമാണ് ശരി. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്ത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു. ഓക്കെ, ഇനി 10 ലക്ഷം ജനങ്ങൾക്ക് ഒരാളെന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചിരുന്നത്, 5 ലക്ഷമല്ല. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം ഏതാണ്? വകുപ്പ് 30, ആർട്ടിക്കിൾ 30 ആണ്. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം ഏതുവരും? ആർട്ടിക്കിൾ 26. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ ഏതാണ്? ആർട്ടിക്കിൾ 18. അറസ്റ്റിനും തടങ്കലിനുമെതിരായ സംരക്ഷണം ആർട്ടിക്കിൾ 22. അടുത്ത ചോദ്യം, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? BR ഗവായിയാണ് 52ാമത് ചീഫ് ജസ്റ്റിസ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? 1 മാത്രമാണ് ശരി. 1978 വരെ സ്വത്തിനുള്ള അവകാശം മൗലികാവകാശമായിരുന്നു. ഓക്കെ, അടുത്ത 2ഉം തെറ്റാണ്. ഭരണഘടനയുടെ 30A 31A വകുപ്പ് പ്രകാരം നിലവിലുള്ള സ്വത്തിനുള്ള അവകാശം ഒരു നിയമപരമായ അവകാശം മാത്രമാണ്. ആര് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴായിരുന്നു? മൊറാർജി ദേശായി, നീലം സഞ്ജീവ് റെഡ്ഡി ഗവൺമെൻറ്റിൻ്റെ സമയത്തായിരുന്നു ഈ ഭേദഗതി നടന്നത്. 1978 44ാം ഭേദഗതി. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഓപ്ഷൻ സി ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ്. വിദ്യാഭ്യാസവും വനവും കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. പോലീസ് ആണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാന ഭരണഘടനാ ഭേദഗതികൾ ചുവടെ നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക.
42-ാം ഭേദഗതി എന്താണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, മിനി ഭരണഘടനയാണ്. 61-ാം ഭേദഗതി തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21-ൽ നിന്നും 18 കുറച്ചു. 74-ാമത് ഭേദഗതി എന്താണ്? നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചതാണ്. 91-ാമത് ഭേദഗതി മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതുമായി സംബന്ധിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി എ ഷാജഹാനാണ്. ചോദ്യം 27. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ഗവർണറാണ് നിയമിക്കുന്നത്. എന്നാൽ നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നത്. 28. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ഓപ്ഷൻ ഡി ലാഹോറിലായിരുന്നു. ലാഹോറിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലായിരുന്നു 1929 പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത്. എന്നിട്ട് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പാസ്സാക്കപ്പെടുകയും അതിൻ്റെ സ്മരണയ്ക്കായിട്ട് രവി നദിക്കരയിൽ പതാക ഉയർത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ സ്മരണാർത്ഥമാണ് 1930 ജനുവരി 26 അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മളെന്താണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാണ്? 1ഉം 2ഉമാണ്. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും. ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സുമാണ് ഡയറക്റ്റ് ടാക്സ് പ്രത്യക്ഷ നികുതിയിൽ വരുന്നത്. കേന്ദ്ര ചരക്ക് സേവന നികുതി GST, സംയോജിത ചരക്ക് സേവന നികുതി ഇൻ്റഗ്രേറ്റഡ് GST, അത് രണ്ടും ഇൻഡയറക്റ്റ് ടാക്സസ് ആണ്. ഓക്കെ, പരോക്ഷ നികുതികളാണ്. അപ്പം ഡയറക്റ്റ് ടാക്സ് പ്രത്യക്ഷ നികുതിയിൽ വരുന്നത് ഏതൊക്കെയാണ്? വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യവുമായി യോജിക്കുന്നവ ഏതെല്ലാം? 1ഉം 2ഉം 3ഉം കറക്റ്റാണ്. ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം ഉറപ്പാക്കുക, അത് കറക്റ്റാണ്. ഓക്കെ, ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട വിഭവാടിത്തറ ശക്തിപ്പെടുത്തുക, സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയിൽ ചേർക്കുക, ഇത് 3ഉം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. ഇനി ലേറ്റസ്റ്റ് ആയിട്ടൊരു കറണ്ട് അഫയർ ഉണ്ട്. എന്താണ്? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് VB ഗ്രാംജി എന്നാക്കിയിട്ടുണ്ട്. എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നാക്കിയിട്ടുണ്ട്. ഇനി 100 തൊഴിൽ ദിനങ്ങൾ എന്നുള്ളത് 125 തൊഴിൽ ദിനങ്ങൾ എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, 2026 ഏപ്രിൽ 1 മുതലാണ് നിലവിൽ വരിക. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സർക്കാർ ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവയേവ? ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? 1ഉം 2ഉം 3ഉം ഉൾപ്പെടും. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ചോദ്യം 32. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ വിക്രം മിസ്രി. ചോദ്യം 33. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി എന്താണ്? ഓപ്ഷൻ എ പ്രചോദനം പദ്ധതി. എന്താണ്? ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായിട്ട് കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായിട്ട് സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് പ്രചോദനം പദ്ധതി. ഇനി മന്ദഹാസം പദ്ധതി എന്താണ്? BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് വെപ്പുവല്ല് വെച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. പ്രതിഭാ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിനെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് പ്രതിഭാ പദ്ധതി. അതുപോലെ പരിണയം പദ്ധതി എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക്, പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള പെൺകുട്ടികൾക്കോ ഉള്ള വിവാഹ ധനസഹായ പദ്ധതിയാണ് പരിണയം പദ്ധതി. 30,000 രൂപയാണ് പരിണയം പദ്ധതി ധനസഹായമായിട്ട് കിട്ടുന്നത്. 1 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിലെ കുട്ടികളായിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? ഓപ്ഷൻ ഡി ന്യൂഡൽഹിയാണ്.
എന്താണ് ക്യൂണിക്കൾച്ചർ? മുയൽ വളർത്തലിന് പറയുന്ന പേരാണ് ക്യൂണിക്കൾച്ചർ. കൂൺ വളർത്തലിന് എന്ത് പറയും? മഷ്റൂം കൾച്ചർ എന്ന് പറയും. റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? എന്താണ്? റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തി. ഓക്കെ, കോശകേന്ദ്രം കണ്ടെത്തിയതാണ് റോബർട്ട് ബ്രൗൺ. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. ചോദ്യം 38. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ ആണ്. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഏതാണ്? ഓപ്ഷൻ ബി ഗ്ലോബുലിൻ ആണ്. എത്ര തരം പ്രോട്ടീൻ ഉണ്ട് രക്തത്തിൽ? 3 തരം പ്രോട്ടീൻ ആണുള്ളത്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജിൻ. ആൽബുമിൻ എന്ത് ചെയ്യും? രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു. ഗ്ലോബുലിൻ എന്ത് ചെയ്യുന്നു? പ്രതിരോധ വ്യവസ്ഥയെ സഹായിക്കുന്നു. ഫൈബ്രിനോജിൻ ആണെങ്കിൽ രക്തം കട്ട പിടിക്കുന്നതിനെ സഹായിക്കുന്നു. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗമല്ലാത്തത് ഏതാണ്? മീസിൽസ് ആണ്. ബാക്ടീരിയ രോഗത്തിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? ക്ഷയരോഗം, ആന്ത്രാക്സ്, ഡിഫ്തീരിയ. ഇത് 3 ബാക്ടീരിയ രോഗങ്ങളാണ്. ചോദ്യം 40. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഓപ്ഷൻ എ ആർദ്രം പദ്ധതി. രോഗി സൗഹൃദ OP എന്താണ്? ആർദ്രം പദ്ധതിയുടെ ഒരു ലക്ഷ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? കണയാണ്. ഓപ്ഷൻ ഡി കണ രോഗമാണ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. കണാത അഥവാ റിക്കറ്റ്സ്. നിശാന്തത വിറ്റാമിൻ A1ന്റെ കുറവ് മൂലമുണ്ടാകുന്നതാണ് നിശാന്തത. വായ്പുണ്ണ് വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്നു. സ്കർവി വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്നു. അടുത്ത ചോദ്യം, ഭൂഗുരുത്വാകർഷണ ത്വരണം ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളിലാണ്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ മൂല്യം എന്തായിരിക്കും? 0 ആയിരിക്കും. ഭൂഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളിലാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന കർഷണബലമാണ് ശ്വാനബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്ക് ഇടയിൽ അനുഭവപ്പെടുന്ന കർഷണബലമാണ് ശ്വാനബലം അഥവാ എന്തെന്ന് പറയും? വിസ്കസ് ബലം എന്ന് പറയും. ഓക്കെ, പ്രതലബലം എന്താണ്? ഒരേ ഇനം തന്മാത്രകൾക്കിടയിലെ വിസ്തീർണം കുറയ്ക്കുന്ന ബലമാണ് പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അഡ്ഹീഷൻ ബലം ഒരേ ഇനം തന്മാത്രകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലമാണ് അഡ്ഹീഷൻ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലമാണ് കൊഹിഷൻ ബലം. ചോദ്യം 44. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് എന്താണ്? ഓപ്ഷൻ എ വേഗതയാണ്. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് വേഗതയാണ്. ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാരാണ്? അജയ് ബംഗ. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഓപ്ഷൻ സി പെരുമ്പടവം ശ്രീധരൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോക്കിയ പ്രസ്താവനകൾ. സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 18 ഗ്രൂപ്പുകളും 7 പിരീഡുകളുമുണ്ട്. മൂലകങ്ങളെ അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ആരാണ്? ഹെൻറി മോസ്ലിയാണ്. ഹെൻറി മോസ്ലി. അടുത്ത ചോദ്യം, ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് വരും തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമത്തിൻ്റെയാണ്? ബോയിൽ നിയമത്തിൻ്റെയാണ്. ബോയിൽ നിയമം. 49. നിർവീര്യലായകമായ ജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് സംഭവിക്കുന്നു? ഓപ്ഷൻ ബി 7നേക്കാൾ കുറയുന്നു. ജലം എന്താവും? ആസിഡിക് ആവും. ആസിഡിക് ആവുമ്പം 7നേക്കാൾ കുറയും. 7നേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ ബേസിക് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 2024 നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് ബേക്കറിനാണ്. ഓപ്ഷൻ സി ഡേവിഡ് ബേക്കറിനാണ്. ബാക്കി ആർക്കൊക്കെയാണ് ലഭിച്ചത്? ഡെമിസ് ഹസാബിസിനും ജോൺ ജംബറിനുമാണ് ബാക്കി കിട്ടിയത്. ഓക്കെ, 2025 രസതന്ത്ര നോബൽ ആരൊക്കെയാണ് നേടിയത്? മെറ്റാലിക് ഓർഗാനിക് ഫ്രെയിംവർക്കിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് ഒമർ എം യാഗി, സുസുമോ കിറ്റോഗാവ, റിച്ചാർഡ് റോബിൻസൺ. ആർക്കൊക്കെയായിരുന്നു? ഒമർ എം യാഗി, സുസുമോ കിറ്റാഗാവ, റിച്ചാർഡ് റോബിൻസൺ. ഇവർ 3 പേരുമാണ് 2025 രസതന്ത്ര നോബൽ പങ്കിട്ടത്. ഓക്കെ, ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ഓപ്ഷൻ എ IUCN. IUCN എന്ന സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന എയും ബിയും ശരിയാണ്. പ്രസ്താവന നോക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്.
അടുത്തത്, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരിച്ചറിയുക. എയും ബിയും ശരിയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിലാപം, വിശ്വരൂപം തുടങ്ങിയ രചനകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. രണ്ടും തെറ്റാണ്. അപ്പം പിന്നെ അത് വെറുതെ വായിച്ച് നമ്മൾ തെറ്റ് മനസ്സിലുറപ്പിക്കേണ്ട. ഓക്കെ. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. ഇതും രണ്ട് പ്രസ്താവനയും തെറ്റാണ്. എന്താണ്? മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമാണോ വിഗതകുമാരൻ? അത് തന്നെ തെറ്റാണല്ലേ. അപ്പം വിഗതകുമാരനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ ഡി, കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ഓക്കെ. ഏതായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു? 2025 മെയ് 7-നായിരുന്നു. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. ഓപ്ഷൻ എ ശരിയാണ്, എന്നാൽ ഓപ്ഷൻ ബി ശരിയല്ല. എന്താണ്? മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തന തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോനായിരുന്നു. ആ ഓപ്ഷൻ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. എന്താണ്? മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനായിരുന്നു. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരിച്ചറിയുക. പ്രസ്താവന എയും ബിയും ശരിയാണ്. കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണന്മാർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമായി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് 1908-ലാണ്. തൃശ്ശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. അപ്പം യോഗക്ഷേമ സഭ നിലവിൽ വരുന്നത് എന്നാണ്? 1908-ലാണ് തൃശ്ശൂർ വെച്ച് നടന്ന വാർഷിക യോഗത്തിൽ. ഓക്കെ. അടുത്ത ചോദ്യം, ഡാഷിന് ഉദാഹരണമാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. എന്തിനുദാഹരണമാണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. കോഡ് വ്യത്യാസപ്പെടുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് വിളിക്കുന്നു. കോഡ് വ്യത്യാസപ്പെടുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏതാണ്? ഓപ്ഷൻ സി, മലപ്പുറം. ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏതാണ്? ഓപ്ഷൻ സി, ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. 2005 വിവരാവകാശ നിയമമനുസരിച്ച് താഴെ പറയുന്നവയിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷന്റെ അധികാരത്തിൽപ്പെട്ടത് ഏതാണ്? വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുമുള്ള അധികാരം വിവരാവകാശ കമ്മീഷന് ഉണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമമനുസരിച്ച് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ നിയമം സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതെന്നാണ്? ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്തത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുൻ അധ്യക്ഷൻ, മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാകാം. അതാണോ? എങ്ങനെയാണ് വരേണ്ടത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ, മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ നിലവിലെയോ റിട്ടയർഡ് ആയിട്ടുള്ളതോ ആയ ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയാൽ മതി അല്ലേ? കറക്റ്റായിട്ടുള്ളത് നോക്കിയേ. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഉടമ്പടികളും മറ്റ് അന്താരാഷ്ട്ര നിയമങ്ങളും പഠിക്കാനും അവ ഫലപ്രദമായി നടപ്പിലാക്കാനുമുള്ള ശുപാർശകൾ നൽകാനുള്ള അധികാരമുണ്ട്. ഇന്ത്യയിലെ പൗരന്മാരെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനുള്ള ചുമതലയുണ്ട്. അതുപോലെ മനുഷ്യാവകാശ മേഖലയിൽ ഗവേഷണം നടത്താനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള അധികാരവും ഉണ്ട്. അടുത്ത ചോദ്യം, 2012 പോക്സോ നിയമമനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ലൈംഗികാക്രമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? ഈ പറഞ്ഞിരിക്കുന്നവയൊന്നും വരില്ല. 2005 ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമനുസരിച്ച് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റയ്ക്കോ ഇരു കക്ഷികളും ഉപയോഗിക്കുന്നതോ ആയ ആസ്തികൾ, ബാങ്ക് ലോക്കറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കൽ, സ്ത്രീധനം ഉൾപ്പെടെ സംയുക്തമായോ വെവ്വേറെയായോ കൈവശം വച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിൻ്റെ അനുമതിയില്ലാതെ അന്യാധീനപ്പെടുത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സംരക്ഷണ ഉത്തരവാണ്. 69 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മേൽപ്പറഞ്ഞവയെല്ലാം വരും. ഏതൊക്കെ വരും? കാങ്കർവാലി ദേശീയോദ്യാനം, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ. ഏതൊക്കെ വരും? കാങ്കർവാലി ദേശീയോദ്യാനം, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ. ചോദ്യം 70
ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടത്, യൂണിഫോം സിവിൽ കോഡ്. ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്, അത് നിങ്ങൾ പൗസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്രിസ്ത്യൻസ് ഗോ ടു ചർച്ച് എവറി സൺഡേ. എന്ത് വരും ടാഗ്? ഡോണ്ട് ദേ എന്ന് വരും. ഡോണ്ട് ദേ. മൈ ബ്രദർ ഇസ് ഇൻട്രസ്റ്റഡ് അറ്റ് റീഡിങ് സയൻസ് ഫിക്ഷൻസ്. ഇൻട്രസ്റ്റഡ് അറ്റ് ആണ് വരിക. മൈ ബ്രദർ ഇസ് ഇൻട്രസ്റ്റഡ് അറ്റ് റീഡിങ് സയൻസ് ഫിക്ഷൻസ്. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് ഫോർ ദ ലാസ്റ്റ് 10 years. ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് ഫോർ ദ ലാസ്റ്റ് 10 years. 10 വർഷമായിട്ട് താമസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, പർട്ടിക്കുലർ ഒരു ഇയർ എടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് പറഞ്ഞാൽ? സിൻസ് എന്ന് പറഞ്ഞാൽ. സിൻസ് 1985 എന്ന് പറഞ്ഞാൽ. ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഐ ഹാവ് ബീൻ ലിവിങ് ദിസ് ഹൗസ് ഫോർ ദ ലാസ്റ്റ് 10 years. ഓക്കെ, അടുത്ത ഇഫ് ക്ലോസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാമിനേഷൻ. ഇഫ് ക്ലോസിൻ്റെ ഫസ്റ്റ് കണ്ടീഷനാണ്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാമിനേഷൻ. വൺ ഓഫ് ദ ബോയ്സ് ഇസ് ആബ്സെൻറ്റ് ടുഡേ. വൺ ഓഫിന് ശേഷം സിംഗുലർ ആണ് വരേണ്ടത്. വൺ ഓഫ് ദ ബോയ്സ് ഇസ് ആബ്സെൻറ്റ് ടുഡേ. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് ഇയർ. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് ഇയർ. സിമ്പിൾ പാസ്റ്റ് ആണ്. ഐ പുട്ട് ഓൺ മൈ ന്യൂ ഡ്രസ് ഓൺ മൈ ബർത്ത്ഡേ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു വെയർ എന്നാണ് അല്ലേ. അപ്പം ഐ പുട്ട് ഓൺ മൈ ന്യൂ ഡ്രസ് ഓൺ മൈ ബർത്ത്ഡേ. ദ ആൻറ്റണിം ഓഫ് അമച്വർ ഇസ്. അമച്വറിൻ്റെ ആൻറ്റണിം എന്താണ്? ഓപ്പോസിറ്റ് എന്താണ്? പ്രൊഫഷണൽ ആണ്. അമച്വർ പ്രൊഫഷണൽ ആണ്. ഹി ഹാസ് ബീൻ ഇലക്റ്റഡ് ടു ദ കൗൺസിൽ. കൗൺസിലിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. COUNCIL ആണ് കൗൺസിൽ. COUNCIL കൗൺസിൽ. ദ സിനോണിം ഓഫ് അമിയബിൾ. അമിയബിളിൻ്റെ അർത്ഥം എന്താണ്? ഫ്രണ്ട്ലി എന്നാണ്. അമിയബിൾ, ഫ്രണ്ട്ലി. ഇനി മലയാളം ചോദ്യങ്ങളാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, അതിഥി. ഭൂമിയുടെ പര്യായമല്ലാത്തത് ജനനി. ജനനി ആരാണ്? മാതാവാണ്. ഭൂമിയുടെ പര്യായം വരുന്നത് ഏതൊക്കെയാണ്? മേദിനി, അവനി, ധരണിയൊക്കെ ഭൂമിയുടെ പര്യായ പദമാണ്. അങ്കുശം എന്നതിൻ്റെ വിപരീതം എന്താണ്? നിരങ്കുശം. അങ്കുശം വിപരീതം നിരങ്കുശം. കൺ പ്ലസ് നീർ ചേർത്തെഴുതുമ്പോൾ കണ്ണീർ. കൺ പ്ലസ് നീർ ചേർത്തെഴുതുമ്പോഴാണ് കണ്ണീര് വരിക. ശരിയായ വാക്യം ഏത്? മുതിർന്നവരെ നാം ബഹുമാനിക്കണം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. പ്രത്യുപകാരം പിരിച്ചെഴുതുക. പ്രതി അധികം ഉപകാരമാണ് പ്രത്യുപകാരം. പ്രതി അധികം ഉപകാരം പ്രത്യുപകാരം. 97. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. താഴെ കൊടുത്തവയിൽ സമാനമായ പരിഭാഷ ഏതാണ്? വിതച്ചതേ കൊയ്യൂ. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ വിതച്ചതേ കൊയ്യൂ. ഇനി ഈ പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? കവിയാണ് കൊടുത്തിരിക്കുന്നത്. കവിയുടെ സ്ത്രീലിംഗം ഏതാണ്? കവയിത്രിയാണ്. കവയിത്രി. താഴെ കൊടുത്തവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദമേത്? ഓപ്ഷൻ സി ആൺകുട്ടികളാണ് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്തത്. അപ്പോൾ അലിംഗ ബഹുവചനം വരുന്ന ഏതൊക്കെയാണ്? മക്കൾ, ജനങ്ങൾ, തൊഴിലാളികൾ. ഇതിനകത്തൊന്നും നമുക്ക് ലിംഗം അറിയാനൊക്കത്തില്ല. അപ്പം ഇതെല്ലാം എന്താണ്? അലിംഗ ബഹുവചനമാണ്. ആൺകുട്ടികൾ സലിംഗ ബഹുവചനമാണ്. അടുത്തത് അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റ പദം എഴുതുക. എന്താണ്? ഓപ്ഷൻ ബി ജിജ്ഞാസയാണ് അറിയാനുള്ള ആഗ്രഹം. ഓക്കെ, അപ്പം ഇത്രയുമാണ് 100 ക്വസ്റ്റ്യൻസ്. അപ്പം അടുത്ത 10th ലെവൽ എക്സാംസ് എഴുതുന്നവരെല്ലാം തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മുടെ ചാനലിലൂടെ SCRT ക്ലാസ്സസും നൽകി വരുന്നുണ്ട്. ന്യൂ SCRT 5th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 6th സ്റ്റാൻഡേർഡ് സ്റ്റാർട്ടായിട്ടുണ്ട്, ബേസിക് സയൻസ്. അപ്പം കാണാത്തവരെ അതും കയറി കണ്ടു നോക്കുക. ബാക്കി PYQs എല്ലാം കാണാത്തവരെ കണ്ടു നോക്കുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.